രാത്രിയിൽ അനാവശ്യമായി വിശപ്പ് തോന്നുന്നത് ഒഴിവാക്കാനും അതുപോലെ തന്നെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യമായ കൊഴുപ്പ് നീക്കം ചെയ്യാനും കൂടുതൽ കലോറി പേടിക്കാതെ വയറ് നിറയെ കഴിക്കാനും പറ്റിയിട്ടുള്ള ഒരു കിടിലൻ അത്താഴമാണ് കേട്ടോ ഈ ഒരു വെജിറ്റബിൾ റാഗി സൂപ്പ്. ഇതിൽ ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ അമിതമായിട്ടുള്ള വിശപ്പൊന്നും തോന്നിക്കില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പവും കഴിക്കാൻ അതീവ രുചിയുമുള്ള ഈ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒരു ബൗളിലേക്ക് 2 സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കി എടുക്കണേ. റാഗിയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് പോഷക മൂല്യം അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണല്ലോ ഈ റാഗി എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ കുറക്കാനും ഒക്കെ ഭയങ്കര ഹെൽപ്പായിട്ടുള്ളൊരു ഫുഡാണ് ഈ റാഗി. അപ്പോൾ നമുക്കിതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്താലും മതിയേ, ഏതായാലും കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് ചെറിയൊരു കഷ്ണം പട്ട അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു പകുതി സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ കയ്യിലുള്ള നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റും അതുപോലെ ഒരു 4 ബീൻസും കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4-5 തരം വെജിറ്റബിൾസ് ആണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് അതൊക്കെ നിങ്ങൾക്കും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും കൂടുതൽ വെന്ത് പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെന്ത് പോകുമ്പോൾ അതിൻ്റെ ആ പോഷക മൂല്യം നഷ്ടപ്പെടും. ഈ റാഗി സൂപ്പിൽ പച്ചക്കറിയും കൂടി ഉൾപ്പെടുത്തിയത് കാരണം ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഞാൻ കുറച്ച് കക്കിരിയില്ലേ, അതായത് കുക്കുംബർ, അത് ഒരു പകുതി കഷ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒരു പച്ചമുളകും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം കോൺ, അതായത് ഒരു കോണിൻ്റെ കാൽഭാഗം ഇതുപോലെ അടർത്തി എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചേർത്ത പച്ചക്കറിയൊന്നും അധികം വേവുള്ളൊരു പച്ചക്കറികളെ അല്ല, ജലാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും കൂടെ ആയതിനാൽ ഈ സൂപ്പ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമായിരിക്കും കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് സൂപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന റാഗി മിക്സില്ലേ അത് ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സൂപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 പേർക്ക് കഴിക്കാനുള്ള സൂപ്പാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചക്കറിയൊക്കെ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഈ പച്ചക്കറിയാണല്ലോ നമ്മളെ വയറ് നിറയെ കഴിക്കാൻ ഉണ്ടാവുക. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് ഈ സൂപ്പ് കഴിക്കണം കേട്ടോ. 2 മണിക്കൂർ മുന്നേ വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളല്ലാതെ തന്നെ രാത്രിയിലുള്ള ആഹാരം എന്ത് തന്നെയായാലും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പേ കഴിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടാനും ദഹനം സുഗമമാവാനും മലബന്ധം തടയാനും ഒക്കെ അത് നമുക്ക് സഹായമാവും. അങ്ങനെ നമ്മുടെ സൂപ്പ് ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊരു ടേസ്റ്റിന് മാത്രമാണ് കേട്ടോ, എരിവിന് നമ്മളൊരു പച്ചമുളക് നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ. ഇതങ്ങനെ അധികം എരിവുള്ളൊരു സൂപ്പൊന്നുമല്ല, കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. ഭയങ്കര രുചിയാണ് കേട്ടോ ഈ സൂപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ശരീരം റിലാക്സ് ആവാനും നമുക്ക് നല്ല സുഖമായി ഉറങ്ങാനും ഒക്കെ കഴിയും കേട്ടോ. ഇത് സ്ഥിരമായി നമ്മൾ ശീലമാക്കുകയാണെങ്കിൽ അതിൻ്റെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇതുപോലെ റാഗി വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് രാത്രി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഇഷ്ടംപോലെ റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ അത് ഇടുന്ന സമയത്ത് നിങ്ങൾക്കും അത് കിട്ടുമേ. അങ്ങനെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുത്താലും മതിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് സമയം മതി കേട്ടോ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതിൻ്റെ രുചി ഭയങ്കര രുചിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിലുള്ള വെജിറ്റബിൾസ് മാറ്റി കൊടുത്താൽ മതി, മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നല്ല മാറ്റം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയും. വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലാവട്ടെ ഷുഗറിൻ്റെ കാര്യത്തിലാവട്ടെ നല്ല നിയന്ത്രണം വരും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഒരു വട്ടം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.